രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നിയൊന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരും തലമുറയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഇടതുപക്ഷം 2020 മുതൽ പറയുന്നതാണ്. ഇനിയും CPM അതുതന്നെ പറയും. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഭരണത്തിൽ ഈ നയമായിരിക്കില്ല. പകരം ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങുന്ന അടവ് നയമായിരിക്കും. CPI പിണങ്ങിയെങ്കിലും കാര്യമാക്കുന്നില്ല. PM കണ്ടുകൊണ്ടുവരുന്ന തന്നെ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട, തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആകെ 82 കേന്ദ്ര പദ്ധതികൾ 17 എണ്ണം PM എന്ന് തുടങ്ങുന്നവയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ 6 എണ്ണം ഉണ്ട്. ഇത് വെറും ഒരു സാങ്കേതികം മാത്രമാണ്. അതിന്റെ പേരിൽ നമ്മുടെ 40 ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പ്രശ്നമായി മാറും. RSS അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എന്നാൽ സംസ്ഥാനം അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട 1400 കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പിടുമ്പോഴും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടെല്ലായ മതനിരപേക്ഷ ജനാധിപത്യ ശാസ്ത്രീയ ഉള്ളടക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നും നിഷ്കർഷിച്ചിട്ടില്ല. പാഠപുസ്തകം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമോ പാഠ്യപദ്ധതിയെ സംബന്ധിച്ചിടത്തോളമോ അതിലൊന്നും ഒരു സ്ഥലത്തും അതിൽ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ല. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുക CPMനെ കൊല്ലുന്നതിന് തുല്യമാണ്. SFI ABVP ആയി മാറുന്ന കാര്യം അതും സംഭവിച്ചു. PM ശ്രീ പദ്ധതി മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ അംഗീകരിച്ച് ഉദ്യോഗസ്ഥരെ ഡൽഹിയിലെത്തിച്ച് ഒപ്പിട്ടു. ഇനി കേന്ദ്രം തീരുമാനിക്കും കേരളത്തിലെ സ്കൂളുകളുടെ പ്രവർത്തനം. ഇതുവരെ പറഞ്ഞത് വിഴുങ്ങി കേന്ദ്രത്തിന് വഴങ്ങിയത് കിട്ടുന്ന ഫണ്ടിനു വേണ്ടി. കേന്ദ്ര ഫണ്ടില്ലാതെ പറ്റില്ലെന്ന് നേരത്തെ അറിയാവുന്നതാണ്. എന്നിട്ടും 2023 തുടങ്ങിയ PM ശ്രീ പദ്ധതിയിൽ നിന്ന് 3 വർഷം എന്തിന് വിട്ടുനിന്നു? PM ശ്രീയിൽ ചേരാത്തതിനാൽ സമഗ്ര ശിക്ഷ അഭിയാനിൽ നിന്ന് പണം തരാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല. ഇതോടെ പൊതുവിദ്യാലയങ്ങൾ സമ്മർദ്ദത്തിലായി. പിടിച്ചുവെച്ച പണം കിട്ടാൻ മറ്റു മാർഗമില്ല. ദേശീയ വിദ്യാഭ്യാസ നയം ആണെങ്കിൽ അങ്ങനെ. കുഴപ്പമെന്താണ്? ചോദ്യം വിദ്യാഭ്യാസ മന്ത്രിയുടേത്. ഇത്രയേറെ ഗൗരവമേറിയ ദൂരവ്യാപക അർത്ഥമുള്ള ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസം പോലെ ഒന്നിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് പങ്കാളിയാകുമ്പോൾ ഒരു MOU ഒപ്പിടുമ്പോൾ അതിനെപ്പറ്റിയുള്ള നയപരമായ കാര്യങ്ങളോ കണ്ടന്റോ ഒന്നും ഘടക പാർട്ടികളെ അറിയിക്കാത്തതിന്റെ യുക്തി, രാഷ്ട്രീയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാകുന്നില്ല. മന്ത്രിസഭയ്ക്കകത്തും ഈ MOUവിനെ പറ്റി ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഇതല്ല LDFിന്റെ ശൈലി. ഇതാകരുത് LDFിന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിന്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വാർത്തകളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. CPI പതിവ് പോലെ പിണക്കം കാട്ടി. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് ഇടത് സർക്കാരിന് ചേർന്നതല്ല. ഇതെന്ത് സർക്കാർ? ബിനോയ് വിശ്വം വാളെടുത്തതിനൊപ്പം പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും CPMനെതിരെ ഉറഞ്ഞു തുള്ളി. ഇവിടെ ആദ്യം പിന്താങ്ങിയത് BJP ആണ്, പിന്നെ ABVP ആണ്, പിന്നെ RSS ആണ്.
പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അതുകൊണ്ട് സംതിങ് ഈസ് റോങ് വിത്ത് ദ PMC ആൻഡ് NEP. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം, വ്യക്തത വേണം, സംവാദങ്ങൾ വേണം. ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കുന്നതിന് വേണ്ടിയാണ്. Why this unusual haste and for what? എന്തുകൊണ്ട്, എന്തിനു വേണ്ടി? അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ ബന്ധുക്കൾക്കും പ്രയാസമുണ്ട്. ഇതാണ് വിഷയം. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് PMCയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുള്ളതല്ല, ഞങ്ങൾ ആ നിലപാടിനോട് യോജിക്കുന്നതല്ല. എന്നാൽ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പണവും കിട്ടണം, നിലപാട് നടപ്പിലാക്കുകയും എന്ന് പറഞ്ഞാൽ ഈ അവരുടെ നിലപാട് നടപ്പിലാക്കാൻ പറ്റുകയും ചെയ്യില്ല എന്ന ഒരു അന്തരാള ഘട്ടമുണ്ടല്ലോ. ആ ഘട്ടത്തെ നമുക്ക് എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നത് CPI ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിലൊരു കടുംപിടുത്തം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട കാര്യമില്ല. കൂട്ടായിട്ടുള്ള മുന്നണിയും ചർച്ച ചെയ്യുകയാണ്, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യും. ഞാനിതിലിപ്പോൾ ഒന്നിനെയും ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാനോ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാനോ അല്ല പുറപ്പെടുന്നത്. നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദാംശങ്ങളാകെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം. ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം. അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് NEPക്ക് എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ, ഒരു ഇടതുപക്ഷ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സ്തബ്ധരായി പോയി. NEPയുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനമുണ്ടായി എന്ന് ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. കേന്ദ്രം PM-ശ്രീ പദ്ധതി അടിച്ചേൽപ്പിക്കുന്നുവെന്നല്ലേ CPI പറയേണ്ടത് എന്ന് CPM-ന്റെ ചോദ്യം. അങ്ങനെയല്ല, തമിഴ്നാടും ബംഗാളും വഴങ്ങിയില്ലല്ലോ എന്ന് CPI. വെട്ടിലായത് കാവ്യവൽക്കരണത്തിനെതിരെ ക്യാമ്പസുകളിൽ തകർപ്പൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന SFI ആണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇനി എന്തു പറയും? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര പദ്ധതി അംഗീകരിച്ചതിനാൽ പ്രതിപക്ഷത്തിനും വിമർശിക്കാമെന്നല്ലാതെ ഒച്ചവെക്കാൻ കഴിയില്ല. ഒന്നുണ്ട്, രഹസ്യമായി ധാരണാപത്രം ഒപ്പുവെച്ചത് എന്തിനാണ്? അതും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും കണ്ടതിന് തൊട്ടുപിന്നാലെ. മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ. ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഒരു ഡിസന്റ് നോട്ട് പോലും കൊടുത്തിട്ടില്ല. PMC പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി, ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. താല്പര്യം ഡീൽ ചെയ്ത് ആർക്കാ മനസ്സിലാവാത്തത്? കൃത്യമായിട്ട് രാഷ്ട്രീയ രംഗത്ത് മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, സെക്യുലറിസം പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ട് എവിടെയോ നടത്തിയിരിക്കുന്ന അന്ധമായിട്ടുള്ള കോംപ്രമൈസിനെ എങ്ങനെ അവർ ആശയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് രാഷ്ട്രീയ പാർട്ടി മുന്നേ. അതാണ് CPIയുടെ മുന്നിലുള്ള ചോദ്യം. മുന്നണിയൊക്കെ പിന്നീട്. നിങ്ങൾ ഇത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്,
ഗവർണറുടെ അടുത്ത് യുദ്ധം പ്രഖ്യാപിച്ചു, ഇപ്പം ഗവർണറായിട്ട് കോംപ്രമൈസ്, ഓരോ ദിവസവും യുദ്ധം, പിന്നെ കോംപ്രമൈസ്. ഇതെല്ലാം കൃത്യമായിട്ട് ഒരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിൻ്റെ തടവറയിലാണ് സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ. അത് CPM-ന്റെ അണികൾക്ക് പോലും ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPM-ന്റെ അണികളെയും BJP-യുടെ അണികളെയും രണ്ടും ഒരുപോലെ ചതിക്കുക, രണ്ടുപേരെയും ഒരുപോലെ ചതിക്കുകയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഇതുവരെ മനസ്സിലാക്കുമെന്ന കാര്യം സംശയമില്ല. CPM-ന്റെ ഇരട്ടത്താപ്പിന്റെ പ്രകടമായ ഉദാഹരണമാണ് PM ശ്രീയുമായുള്ള സഹകരണം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി മാത്രം നയത്തിൽ വെള്ളം ചേർക്കൽ, നയം മാറ്റിയിട്ടും മാറ്റിയിട്ടില്ലെന്ന് മേനി നടിക്കൽ, കേന്ദ്ര ഫണ്ട് കിട്ടാനുള്ള അടവ് നയമെന്ന് തെറ്റിദ്ധരിപ്പിക്കൽ, കേന്ദ്രവുമായി സഹകരിച്ചാൽ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ നടപ്പാക്കില്ലെന്ന് പറയാൻ കഴിയില്ല. പാഠ്യപദ്ധതിയിലും മാറ്റം വരുത്തേണ്ടി വരും. കേന്ദ്ര ഫണ്ട് വാങ്ങി കേന്ദ്രത്തെ പറ്റിക്കും എന്ന് പറയുന്നത് പോലെയാണ് അടവ് നയമാണിതെന്ന് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. കേരളത്തിലെ BJP നേതാക്കൾ കേന്ദ്രം പറയുന്ന പോലെയേ നടക്കൂ എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു, ഞങ്ങൾ പക്ഷെ കാശ് വാങ്ങിക്കും, കേന്ദ്ര നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വീണ്ടും ആളുകളെ കബളിപ്പിക്കാനാണ്. മോദി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ എല്ലാ വ്യവസ്ഥകളും ഈ സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. കേരളത്തിൽ അത് നടപ്പാവുക തന്നെ ചെയ്യും. നിങ്ങൾ VD സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു, ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. CPM-നോട് മുട്ടാൻ പറ്റാത്തതിനാൽ നയം നടപ്പാക്കില്ല എന്ന ഉറപ്പ് കിട്ടുന്നതിനാൽ കൂടുതൽ എതിർപ്പ് ഉന്നയിക്കാതെ പിന്മാറി തടി രക്ഷിക്കാനാണ് CPI-യും ശ്രമിക്കുന്നത്. സർക്കാർ പരിപാടിയിൽ മന്ത്രിമാരെ പങ്കെടുപ്പിക്കാതെ പ്രതിഷേധം കാട്ടുന്നുവെന്ന് മാത്രം. കേരളം കാണുന്നത് നയവ്യതിയാനത്തിന്റെ പ്രകടമായ ഉദാഹരണം. ഇടത് നയം നടപ്പാക്കാനല്ല ഇടത് സർക്കാർ എന്നൊക്കെയുള്ള MV ഗോവിന്ദന്റെ താത്വിക അവലോകനങ്ങൾ തുടരുമ്പോൾ ഹിന്ദുത്വ അജണ്ട വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ല എന്ന വാദം തുടർന്നും കേൾക്കാം.